ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നൊരു ചോക്ലേറ്റ് ലാവ കേക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1/2 കപ്പ് പഞ്ചാര പൊടിച്ചത്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ്. ഇതൊരു അരിപ്പിലൂടെ അരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ചെറിയ ചൂടുള്ള 1/2 കപ്പ് പാലെടുക്കാം. കുറേശ്ശെയായിട്ട് ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമ്മൾ ഇതെല്ലാം കൂടെ എടുത്ത് ഒഴിച്ച് കൊടുക്കരുത്. വീഡിയോയിൽ കാണുന്ന പോലെ കുറേശ്ശെയായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്യുക. പെട്ടെന്നൊക്കെ ഒരു മധുരം കഴിക്കാനുള്ള ക്രാവിങ്സ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. വീഡിയോയിൽ കുറച്ച് മെനക്കേടാണെന്ന് തോന്നുമെങ്കിലും ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്ന ടൈമിൽ ഇതിങ്ങനെ പതിയെ മിക്സ് ചെയ്ത് കൊടുക്കുക. കുത്തി ഇളക്കി വല്ലാണ്ടങ്ങ് മിക്സ് ചെയ്യരുത്. 1 ടീസ്പൂൺ സൺഫ്ലവറിൻ്റെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. 3-4 ഡ്രോപ്പ് ഒഴിച്ചാൽ മതി. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. ബേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു സിലിക്കൻ്റെ മോൾഡാണ് എടുത്തിരിക്കുന്നത്. മോൾഡൊന്നും ഇല്ലെങ്കിൽ ചില്ലിയുടെ ചെമ്പ് ആ പാത്രത്തിൽ വെക്കാം. അല്ലെങ്കിൽ ഡിസ്പോസിബിൾ ഗ്ലാസ്സിനകത്താക്കിയിട്ട് നമുക്ക് ചെമ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. അതെങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ 1/4 ഭാഗം മാത്രമേ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ബേക്ക് ചെയ്യുന്ന ടൈമിൽ ഇതിങ്ങനെ പൊങ്ങി വരും. ഇനി നമുക്കിതിലേക്ക് ചോക്ലേറ്റ് കട്ട് ചെയ്തെടുക്കാം. ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. ഡയറി മിൽക്ക് എടുത്താലും ഒരു കുഴപ്പമില്ല. ചെറിയ പീസ് ഇങ്ങനെ സെൻട്രലായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇതിനെ ഇങ്ങനെ മൂടി വയ്ക്കുക. അപ്പോൾ ഞാനിങ്ങനെ എല്ലാം നമ്മളുടെ ചോക്ലേറ്റ്സ് എല്ലാം ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. 150 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റ് ചെയ്തെടുക്കാം. ഗ്യാസിൽ വെച്ചാലും 15 മിനിറ്റ് തന്നെയാണ് വേണ്ടത്. നല്ല അടിപൊളിയായിട്ട് നമ്മളുടെ ചോക്കോ ലാവ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് എടുത്ത് വയ്ക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു കേക്കാണിത്. ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ സ്പൂൺ കൊണ്ട് എടുത്തപ്പോൾ തന്നെ നമ്മളുടെ ചോക്ലേറ്റ്, ഉള്ളിലുള്ള ചോക്ലേറ്റൊക്കെ പുറത്ത് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ചോക്കോ ലാവ കേക്ക് കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു ഡാർക്ക് ഫാൻറ്റസിയുടെ ടേസ്റ്റ് തന്നെയായിരുന്നു. നമുക്ക് ഈ വിദഗ്ധരോടൊക്കെ ഒന്ന് അഭിപ്രായം ചോദിക്കാം. അപ്പോൾ അവർ അടിപൊളിയായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്